ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിന് വരാനിരിക്കുന്നൊരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പിണക്കങ്ങളെല്ലാം മാറിയതിനു ശേഷം വലിയ കുഴപ്പമില്ലാത്ത രീതിക്കാണല്ലോ എപ്പിസോഡ് പോകുന്നത്. ഇതിനിടയിൽ തന്നെ ആന്റണി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ സച്ചിക്കും രേവതിക്കും വലിയൊരു പൂമാലയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ശരത്ത് മുഖേന ആന്റണി അറിയാണല്ലേ. ആന്റണി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ രേവതിക്ക് പൂമാലയുടെ ഓർഡർ കിട്ടിയതുകൊണ്ട് ആ ഓർഡർ എന്തായാലും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ചെയ്യുന്ന രേവതി പൂമാല കെട്ടി കൊടുത്തുവിടുന്ന ആ ഒരു വണ്ടി അത് മോഷ്ടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി രേവതി ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും വണ്ടി കിട്ടുന്നില്ല. അവസാനം സച്ചിയായി തന്നെ ആ ഒരു വണ്ടി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ മഹിമ വർഷയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇരയാക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അതായത് വർഷയുടെ താലി പിരിച്ചു മാറ്റ ചടങ്ങ് അത് നമ്മുടെ മഹിമയുടെ വീട്ടിൽ വെച്ചാണ് നിർത്തുന്നത്. ആ ഒരു സമയത്ത് സച്ചിയും എല്ലാവരും തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല തവണകളായിട്ട് സച്ചിനെ ഉപദ്രവിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ സച്ചി വഴുതി മാറുകയാണ്. കാരണം പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ രേവതിക്കായിട്ട് സച്ചി വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഇനിയിപ്പോൾ എന്തൊക്കെ കണ്ടാലും കേട്ടാലും താൻ ഒന്നിലും ഇടപെടുകയില്ല, താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നൊക്കെ വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ പല പ്രലോഭനങ്ങളുണ്ടായിട്ടും നമ്മുടെ സച്ചി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോവാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും സച്ചിനെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മധുസൂദന്റെ കയ്യിൽ നമ്മുടെ രേവതിയായി തന്നെ ഒരു എരേന ഇട്ട് കൊടുക്കാണ്ട്. അതും മറ്റൊന്നുമല്ല, നമ്മുടെ വർഷ പൂമാലയൊക്കെ ഒരു വയ്ക്കുന്ന സമയത്ത് വർഷയുടെ ഒരു നെക്ലേസ് ആ പൂമാലയിൽ കൊടുങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ രേവതി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂമാലയിൽ നിന്ന് നെക്ലേസ് പിടിച്ചിട്ട് നേരെ വർഷയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മധുസൂദനൻ രേവതി കള്ളിയാണ്, രേവതി മനഃപൂർവ്വം മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന രീതിക്കൊക്കെ വരുത്തി തീർക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് മഹിമ അങ്ങോട്ടേക്ക് വരും. മഹിമ ഇതുപോലെ തന്നെ മധുസൂദനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. രേവതി പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് തന്നെ രേവതി മോഷ്ടിച്ച തുകയുമായിട്ടാണ് പോകാനിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സച്ചി മധുസൂദനെ കെട്ടൊന്ന് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ രേവതി കള്ളമൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ടെങ്കിലും മധുസൂദൻ അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. രേവതിനെ കള്ളി എന്ന് പറയുകയും മാത്രമല്ല രേവതി മോഷ്ടിച്ചുകൊണ്ട് തന്നെ പണം കൊണ്ടാണ് സച്ചി വെള്ളം അടിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ദേഷ്യത്തിൽ സച്ചി മധുസൂദനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വർഷയുടെ താലി പിരിച്ച് മാറ്റി ചടങ്ങിന്റെ കൂടെ തന്നെ ശ്രുതിയുടെ താലി പിരിച്ച് ചടങ്ങ് കൂടെ നടത്താനായിട്ട് നമ്മുടെ ചന്ദ്ര തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ചന്ദ്ര വേറൊരു ഡിമാൻഡും കൂടി ശ്രുതിയോടായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ചടങ്ങിൽ എന്തായാലും അച്ഛൻ വന്നേ മതിയാവൂ എന്നൊക്കെ പറയാണ്ട്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ഈ ഒരു ചടങ്ങിന് എന്തായാലും അച്ഛൻ വരും, അച്ഛനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു കണക്കിന് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ചടങ്ങിന്റെ സമയത്ത് പല തവണകളായിട്ട് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഓരോരോ കള്ളങ്ങൾ ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അന്നേരം പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും ആ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ശ്രുതിയുടെ അച്ഛൻ്റെ ആ ഒരു വിഷയം തന്നെ ചന്ദ്ര വിട്ടുപോവുകയാണ് കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത്, ശ്രുതി നിന്റെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ, അച്ഛനൊന്ന് ഫ്ലൈറ്റിൽ അവിടെ വന്നു എന്നല്ല പറഞ്ഞത്, പിന്നെ ഇങ്ങോട്ടേക്ക് വരാത്ത എന്താണെന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മളെ ചന്ദ്രയെ ഓർക്കുന്നത്. ഇങ്ങനൊരു ആൾ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ എത്തിയില്ലല്ലോ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം ഒമിറ്റ് ചെയ്യാനായിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ചന്ദ്ര വേഗം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ, തല കറങ്ങുന്നുണ്ടോ, നിനക്ക് ഇങ്ങനെ മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി എല്ലാത്തിനും അതേ ഉത്തരം പറയാം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ വളരെയധികം സന്തോഷത്തോട് തന്നെ പറയുകയാണ്, രവിയേട്ടനൊരു അപ്പൂപ്പനാവാൻ പോവാണ്, ഞാനൊരു അമ്മൂമ്മയാവാൻ പോവാണ്, എൻ്റെ ആഗ്രഹം പോലെ സാധിച്ചു, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ശ്രുതി തന്നെയാണ് ആദ്യം അച്ഛനാവാൻ പോകുന്നതെന്നൊക്കെ ചന്ദ്ര ഭയങ്കര സന്തോഷത്തോട് തന്നെ പറയാം കേട്ടോ. കൂടാതെ നമ്മുടെ ശ്രുതിയോടായിട്ട് ഒന്ന് ശ്രുതിനെ ചെക്കപ്പിന് കൊണ്ടുപോകാനായിട്ട് പറയുകയും പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടി ഡോക്ടറെ കാണാനായിട്ട് ചെക്കപ്പിനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.